മനുഷ്യന്റെ വിഡ്ഢിത്തത്തിന്റെ മഹാസ്മാരകമെന്ന് മഹാത്മജി വിശേഷിപ്പിച്ച ഈഫൽ ടവറാണ് പാരീസിന്റെ മുഖമുദ്രയായി പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ പാരീസിനെ മുറിച്ചൊഴുകുന്ന സെൻ നദിയാണ് നഗരത്തിന്റെ ഹൃദയനാഡി. സെൻ നദിയുടെ ഇരു കരകളിലുമായാണ് ഫ്രാൻസിലെ പാരീസ് നഗരം. പാരീസ് നഗരത്തെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് ഈ സെൻ നദി. ഇതിൻ്റെ ഒരു പ്രത്യേകത, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കൊഴുകുന്ന ഒരു നദിയാണിത്. ഈ നദിയിലൂടെ ധാരാളം ക്രൂയിസുകൾ, ധാരാളം ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരീസ് നഗരം സന്ദർശിക്കാനെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് സിയൻ നദിയിലൂടെയുള്ള ഈ സഞ്ചാരം എന്ന് പറയുന്നത്. ഫ്രാൻസിലെ ബർഗണ്ടി പ്രവിശ്യയിലെ പ്രശാന്തമായ ഡിജോൺ മലനിരകളിൽ നിന്നാണ് സെൻ നദി പിറവിയെടുക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 452 മീറ്റർ ഉയരത്തിൽ തുടങ്ങുന്ന 777 കിലോമീറ്റർ നീളുന്ന ഈ മഹാപ്രവാഹം ഇംഗ്ലീഷ് ചാനലിൽ ചേരുന്നു. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയർ ആണെങ്കിലും വിശ്വപ്രശസ്തമായ വാസ്തുവിദ്യാ നിർമ്മിതികളെ തഴുകിയൊഴുകുന്ന സെൻ നദിയാണ് ഫ്രാൻസിന്റെ ചൈതന്യം ലോകമെങ്ങും അടയാളപ്പെടുത്തുന്നത്. പാരീസിലെത്തുമ്പോഴേക്കും നദിക്ക് ആഴവും ചായ്വും കുറവായതിനാൽ സെൻ തികച്ചും മന്ദഗാമിയാകുന്നു. 19-ാം നൂറ്റാണ്ട് വരെ തികച്ചും വന്യമായൊരു നദിയായിരുന്നു സെൻ. അനുസരണയില്ലാതെ ചിതറി ഒഴുകിയിരുന്ന നദിയെ വരുതിയിലാക്കി കല്ലടുക്കിക്കെട്ടിയ കരകളും കൈവഴികളുമാക്കിയത് അക്കാലത്തെ നിർമ്മാണ വൈദഗ്ധ്യമാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ എഞ്ചിനീയർമാർ നദിയുടെ ആഴം കൂട്ടുകയും ചിറകൾ നിർമ്മിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായാണ് ഇൽ സെൻ ലൂയി പോലെയുള്ള ദ്വീപുകൾ രൂപപ്പെട്ടത്. പണ്ട് പശുക്കൾ മേഞ്ഞിരുന്ന 2 വ്യത്യസ്ത ദ്വീപുകളെ കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിച്ചത്. പാരീസ് നഗരത്തിൽ മാത്രം സെൻ നദിക്ക് കുറുകെ 37 പാലങ്ങളുണ്ട്. ഓരോ പാലവും ചരിത്രത്തിന്റെ ഓരോ കരയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇതിലേറ്റവും പഴക്കമേറിയ പാലം 1600കളിൽ പണിത പോൺ ന്യൂഫാണ്. എന്നാൽ ഏറ്റവും മനോഹരമായ പാലം 1900-ലെ വേൾഡ് ഫെയറിനായി നിർമ്മിച്ച പോണ്ട് അലക്സാണ്ടർ III ആണ്. ഇതിലെ സ്വർണ്ണഭൂഷിതമായ ശില്പങ്ങൾ നദിക്ക് തന്നെ ഒരലങ്കാരമാണ്. ഈഫൽ ടവർ മുതൽ ജാർഡിൻ ഡെസ് പ്ലാൻസ് വരെ 9 പ്രധാന സ്റ്റോപ്പുകളെ ബന്ധിപ്പിക്കുന്ന ബാറ്റോ ബസ് എന്ന ബോട്ട് നഗരക്കാഴ്ചകളിലേക്ക് നമ്മെ നയിക്കുന്നു. ലോകപ്രശസ്തമായ ലൂവ് മ്യൂസിയം, മ്യൂസി ഡി ഓസെ, സെയിന്റ് ജെർമെയിൻ ഡെസ്പ്രസ് ഇങ്ങനെയുള്ള കാഴ്ചകളിലൂടെ ഒഴുകിപ്പോകുന്ന യാനങ്ങളാണിത്. വൈദ്യുത ദീപങ്ങൾ മിഴിതുറക്കുന്ന സന്ധ്യകളിലാണ് നദിയിൽ നിന്നുള്ള പാരീസ് കാഴ്ച ഏറ്റവും ലാവണ്യമേയുന്നതാകുന്നത്. സെൻ നദി എപ്പോഴും പരിശുദ്ധമായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വളർച്ച നദിയെ മാലിന്യവാഹിനിയാക്കി മാറ്റി. തുറന്ന മാലിന്യ ഓട എന്നായി നദിയുടെ വിളിപ്പേര്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം 1923-ൽ നദിയിൽ നീന്തൽ നിരോധിച്ചു. 1960-കളിൽ വെള്ളത്തിലെ പ്രാണവായുവിന്റെ അളവ് കുറയുകയും വെറും 3 തരം മത്സ്യങ്ങൾ മാത്രം അതിജീവിക്കുകയും ചെയ്തപ്പോൾ നദി മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. 2024-ലെ ഒളിമ്പിക്സ് നദിയെ ശുദ്ധീകരിക്കാൻ നിമിത്തമായി. കോടിക്കണക്കിന് യൂറോ ചെലവഴിച്ച് ഓസ്റ്റർലിറ്റ്സ് എന്ന ഭീമൻ ഭൂഗർഭ ജലസംഭരണി നിർമ്മിച്ച് നദിയിലേക്ക് ഒഴുകിയിരുന്ന മാലിന്യം സംഭരിച്ചു. ഇതിലൂടെ നദീജലത്തിലെ ഈ കോളി ലെവൽ സുരക്ഷിത നിലവാരത്തിലെത്തിക്കാൻ സാധിച്ചു. ഒളിമ്പിക് 1.7 കോടി ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് സെൻ നദി. ഇത് കുടിവെള്ളം നൽകുന്നതിനൊപ്പം ഫ്രാൻസിലെ 50% ചരക്ക് ഗതാഗതവും വഹിക്കുന്നു. പാരീസിലെ പൊതുവിടങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ സെൻ നദിയോരത്താണ്. ഇത് വെറുമൊരു ജലപാതയല്ല, നഗരത്തിന്റെ ജീവനാഡിയാണ്. ഈ നദി പാരീസിന്റെ ചരിത്രത്തെയും വർത്തമാനത്തെയും ചേർത്തുപിടിച്ച് സാവധാനം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.